നന്ദി സജിത്ത്. വിവരങ്ങൾക്ക് 11 മണിക്കാണ് യോഗം. ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിക്കുന്ന ഒരു ജനവികാരത്തിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യമാർന്ന കൂട്ടായ്മ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു വൻ വിജയം നൽകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജനമനസ്സുകളിൽ ജീവിക്കാൻ സാധിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ഒരിക്കൽ കൂടെ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കോൺഗ്രസും UDF-ഉം സജ്ജമാണ് എന്നതിന്റെ പ്രഖ്യാപനവുമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിത്വവും മനസ്സിലേറിക്കൊണ്ട് ഞാൻ കണ്ണൂരിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടെ പോരാടുന്നു, ഒരിക്കൽ കൂടെ വിജയം കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കും. അതിന്റെ കാഹളമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ഈ ആവേശകരമായ മുദ്രാവാക്യങ്ങൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനം നമ്മോടൊപ്പമുണ്ട്, വിശ്വാസം നമ്മോടൊപ്പമുണ്ട്, ജനവിശ്വാസം ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരും എന്ന് പ്രതീക്ഷയുണ്ട്. സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടക്കുകയുള്ളൂ. കെ സുധാകരൻ അദ്ദേഹം അവിടെ പോരാടുകയാണ് എന്ന വാക്കുകളാണല്ലോ കേട്ടത്. ജോസ് കെ മാണി കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് അഭിപ്രായങ്ങളും അതിനുശേഷം മുഴുവൻ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ അന്ന് അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഘടകങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണ്. ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം സൈൻ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പലരും ചില കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ടെ, മുഴുവൻ ഡോക്യുമെന്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് അത് വെച്ചിട്ട് സ്ഥാനാർത്ഥി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിനകത്ത് വേറെ ഇങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് ശേഷം, പാർലമെന്ററി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ചയ്ക്ക് ശേഷം അതിന്റെ താഴെയുള്ള മണ്ഡലം കമ്മിറ്റികളെ വിളിച്ചൊരു അപഹാസ്യരാക്കി. അതൊരു കേട്ടുകഴിവില്ലാത്തതാണെന്നാണ് PJ ജോസഫ് സാറിന്റെ പ്രധാനപ്പെട്ട പ്രതികരണം. ഈ ഒന്ന് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി ഒരു തീരുമാനം എടുക്കാനുള്ള ബോഡിയല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി വന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥിയാകുവാൻ ബഹുമാന PJ ജോസഫ് സാറ് ആഗ്രഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയ ഒരു പ്രതികരണം, അത് നിങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ പ്രതികരണം വന്നു, പല ഇടങ്ങളിൽ നിന്ന് വന്നു. അപ്പോൾ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി പാർട്ടി ചെയർമാനെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചു. അതൊരു കീഴ്വഴക്കമാണ്. അവിടെ തന്നെ ആ ആവശ്യം മുന്നോട്ട് വെച്ചു. അത് ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാരോടൊപ്പം പ്രധാനമായും കോട്ടയം ലോക്സഭ മണ്ഡലം നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സംസ്ഥാന നേതാക്കന്മാരുടെ ചർച്ച നടത്തി, അവരുടെ ഡോക്യുമെന്റേഷൻ നടത്തി. അതിന്റെ ശേഷം എന്താണ് കൃത്യമായുള്ള താഴെത്തട്ടിലുള്ള വികാരം അതും മനസ്സിലാക്കാനുള്ള ചർച്ച നടത്തി. വളരെ ജനാധിപത്യപരമായ കാര്യങ്ങൾ ചെയ്തതാണോ തെറ്റായിപ്പോയത്. അപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. പാർട്ടിയിലെ തീരുമാനങ്ങളെല്ലാം ഔദ്യോഗികമായിട്ടുള്ള വഴികളെല്ലാം പാലിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. ഇനി അങ്ങോട്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് പോലും തോന്നുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റഡ് ആണ്, രേഖാമൂലം തീരുമാനമെടുത്തതാണ് പാർട്ടിക്കകത്ത് തോമസ് ചാഴികാടന് സ്ഥാനാർത്ഥിത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനു മുമ്പ് ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പിനകത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. മാണി ഗ്രൂപ്പ് ഏതെങ്കിലും വിട്ടുവീഴ്ച